ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടില്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. വ്യൂവേഴ്സ് പോകണമെന്നുണ്ടെങ്കിലും സബ് ഒട്ടും കയറണില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടി ഒലത്താനായിട്ടോ പോകണം, അല്ലെങ്കിൽ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒലത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ചട്ടിക്കലൊക്കെ എടുത്തു. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതും കൊടുത്തിട്ടുള്ള കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവിനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. അപ്പോൾ അത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്യാരറ്റും ക്യാബേജും പിന്നെ നമ്മുടെ ഒരു സവാളയും പിന്നെ 2-3 പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചതുണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നില്ലേ നിങ്ങൾ? പിന്നെ നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം. നമ്മൾ എന്ത് പച്ചക്കറി ആയാലും നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ മൂടി വെച്ചല്ലേ വേവിച്ചെടുക്കണേ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻഡ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് കുക്ക്ഡായിട്ട് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ചട്ടിക്കലം നിറയെ ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ ക്യാബേജും ക്യാരറ്റൊക്കെ. ഇപ്പം നോക്കിക്കേ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. 2 സ്റ്റൈലിൽ നമുക്ക് ഈ കറി വെക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാബേജൊക്കെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം. നമ്മൾ 2 തരത്തിലും വെക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഈ തരത്തിലാട്ടോ വെച്ചത്. 2 തരത്തിലും ടേസ്റ്റിയാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ ഒലത്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.